പാലത്തായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി.ജെ.പി. നേതാവിന് ചട്ടം ലംഘിച്ച് സർക്കാർ പരോൾ അനുവദിച്ചു. ബലാത്സംഗ കേസിലെ കുറ്റക്കാർക്ക് സാധാരണ പരോൾ അനുവദിക്കരുതെന്ന ജയിൽ ചട്ടം ലംഘിച്ചാണ് സർക്കാർ പത്മരാജന് പരോൾ നൽകിയത്. തലശ്ശേരി പോക്സോ കോടതി ജീവിതാവസാനം വരെ തടവ് വിധിച്ച് 3 മാസമാകുമ്പോഴാണ് ബി.ജെ.പി. നേതാവിന് വേണ്ടിയുള്ള സർക്കാർ ഇടപെടൽ. ശിക്ഷ റദ്ദാക്കണമെന്ന പത്മരാജന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അവധി അനുവദിച്ചിരിക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിജീഷ്, 3 മാസമായിട്ടേ ഉള്ളൂ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ ജയിലിലെത്തി 3 മാസം കഴിയുന്നു. അതും ബലാത്സംഗ കേസ് പ്രതിയാണ്. അങ്ങനെ പരോൾ അനുവദിക്കാൻ ഇത്ര പെട്ടെന്ന് പരോൾ അനുവദിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇല്ല എന്നിരിക്കുകയാണ് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ടുള്ള ഒരു പരോൾ ഇപ്പോൾ സർക്കാർ തന്നെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താവശ്യമാണ് പരോളിനായി പ്രതി ഉന്നയിച്ചിരിക്കുന്നത്? അങ്ങനെ ഒഴിച്ചുകൂടാനാത്തൊരാവശ്യത്തിലാണോ ഈ പരോൾ നൽകിയിരിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ബിജീഷ്? ജിൽസി, ഈ മാസം അതായത് ഫെബ്രുവരി 2-ാം തീയതി പത്മരാജന്റെ സഹോദരി മരണപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഫെബ്രുവരി 3-ന് 3 ദിവസത്തെ പരോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പത്മരാജൻ അനുവദിച്ചു. അങ്ങനെ 3 ദിവസം പുറത്തിറങ്ങിയ പത്മരാജൻ പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇനിയിപ്പോൾ മാർച്ച് 3 വരെ ഈ പരോൾ നിലനിൽക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിന് സൂപ്രണ്ട് നൽകിയ പരോളിന് ശേഷം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജയിൽ മേധാവിയും ചേർന്നാണ് കൂടുതൽ ദിവസത്തെ അവധി പത്മരാജൻ അനുവദിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ജയിൽ ചട്ടത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജയിൽ ചട്ടത്തിലെ 307-ാം വകുപ്പ് പ്രകാരം ബലാത്സംഗ കേസിലെ പ്രതിക്ക് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സാധാരണ പരോൾ അനുവദിക്കരുത് എന്നുള്ളത് ചട്ടമുണ്ട്. അതായത് ചില അടിയന്തര ഘട്ടങ്ങളിൽ മരണം, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ പരോൾ അനുവദിക്കാം. അത് പക്ഷേ ജയിൽ സൂപ്രണ്ടിന് 10 ദിവസം മാക്സിമം. ഇതുൾപ്പെടെ സംസ്ഥാന സർക്കാർ പരോൾ നൽകുകയാണെങ്കിൽ അത് 15 ദിവസം. അതായത് ജയിൽ സൂപ്രണ്ട് നൽകുന്ന 10-ഉം അതിന്റെ കൂടെ ഒരു 5 ദിവസം കൂടി സംസ്ഥാന സർക്കാരിന് അനുവദിക്കാം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ഈ ചട്ടം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മരാജന് വേണ്ടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജയിൽ വകുപ്പും ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തലശ്ശേരി പോക്സോ കോടതിയുടെ ശിക്ഷ, അതായത് ജീവിതാവസാനം വരെ തടവും അതുപോലെ തന്നെ മറ്റ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ ജീവപര്യന്തം തടവും വിധിച്ചിരിക്കുന്ന തലശ്ശേരി കോടതിയുടെ വിധിക്കെതിരെ പത്മരാജൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജി ഈ മാസം 24-ന് പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പരോൾ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ പത്മരാജൻ ജയിലിന് പുറത്ത് കഴിയുന്നത്. വീട്ടിലാണ് പത്മരാജൻ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഹൈക്കോടതിക്ക് പോലും ഇത്തരത്തിൽ പോക്സോ കേസിലും അതുപോലെ തന്നെ ബലാത്സംഗ കേസിലും ഉൾപ്പെട്ട ഒരു പ്രതിക്ക് സാധാരണ പരോൾ അനുവദിക്കുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സം നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, TP കേസിലും അതുപോലെ തന്നെ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ CPM നേതാവിനൊക്കെ വഴിവിട്ട് പരോൾ അനുവദിച്ചു എന്നുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് BJP നേതാവായിട്ടുള്ള കുനിയിൽ പത്മരാജൻ എന്ന് പറയുന്ന ഈ പാലത്തായി കേസിലെ 10 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ബലാത്സംഗം ചെയ്ത പ്രതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനകത്ത് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വഴിവിട്ട ഒരു സഹായത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ജിൽസി. യെസ്, തീർച്ചയായും ബിജീഷ്, എന്ത് തരത്തിലുള്ള വഴിവിട്ട സഹായമാണ്? എന്തിനാണ് സർക്കാർ ഇങ്ങനെ ചട്ടം ലംഘിച്ച് പരോൾ നൽകിയത്? പ്രത്യേകിച്ച് പാലത്തായി കേസ് അറിയാം, ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഇവിടെ ജനശ്രദ്ധ ആകർഷിക്കുകയും വലിയ ജനരോഷം ഉയരുകയും ചെയ്ത ഒരു കേസാണ്. പ്രതി ജയിലിൽ പോയി 3 മാസമാകുമ്പോഴേക്കും എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പരോൾ അനുവദിച്ചിരിക്കുന്നു. പ്രതിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഹൈക്കോടതിയിൽ അദ്ദേഹം നൽകിയ അപ്പീൽ കൂടി പരിഗണിക്കാനിരിക്കാൻ 24-ന് പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ഇങ്ങനെയൊരു ചട്ടം ലംഘിച്ചുകൊണ്ട് സർക്കാർ എല്ലാവിധ ഒത്താശകളും പ്രതിക്ക് പുറത്തെത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തിനാണ് സർക്കാർ ഈ വഴിവിട്ട നീക്കം നടത്തുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയാനുള്ളത്.